യാത്രകളെ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? പക്ഷേ എല്ലാവർക്കും ഇങ്ങനെ യാത്രകൾ പോകാനും കാഴ്ചകൾ കാണാനും അവസരങ്ങൾ ഉണ്ടായെന്ന് വരില്ല. 25 വർഷമായിട്ട് ഉണ്ടാക്കിയ ഒരു സംഘമാണ് ആദ്യമായിട്ട് ഒരു ഗ്രൂപ്പ് ടൂറ് പോകുന്നത്. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും കടങ്ങളും കുടുംബ പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാം മാറ്റിവെച്ച് ഒരു ദിവസം നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ, നമ്മൾ അടിച്ച് പൊളിച്ച് ജീവിക്കാൻ വേണ്ടി ഇന്ന് വയനാട് കയറിയിട്ടുണ്ട്. താമരശ്ശേരി 21 എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഒരു ട്രാവലറിലാണ് എല്ലാവരും കൂടെ ഫസ്റ്റ് തന്നെ രാവിലെ തന്നെ എന്നൂരാണ് പോയി വിസിറ്റ് ചെയ്തത്. അവരുടെ കൾച്ചറും ട്രൈബൽ ഡാൻസും എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഒരു അടിപൊളി സൂര്യോദയം കണ്ടിട്ട് വീണ്ടും വെറുതെ യാത്ര പോകാനല്ല, എങ്ങനെ ചിലവ് ചുരുക്കി യാത്ര ചെയ്യാമെന്നും കൂടെ ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. രാവിലെ കഴിക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും എന്തെങ്കിലുമൊക്കെ സ്നാക്സും അപ്പമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി ഉള്ള സ്ഥലത്ത് വെച്ച് കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് നല്ല അടിപൊളി ബിരിയാണി ആയിക്കോട്ടെ വിചാരിച്ചു. പക്ഷേ പുറത്തുനിന്നോ ഹോട്ടലിൽ നിന്നോ ഒന്നുമല്ല, നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുപോയിട്ടുള്ള സംഘത്തിലെല്ലാവരും കൂടെ പിരിവെടുത്ത് നല്ല ബിരിയാണി, അതിനുള്ള സാലഡും അച്ചാറും അങ്ങനെ അടിപൊളി ഫുഡും നമ്മൾ തന്നെ ഉണ്ടാക്കി കൊണ്ടുപോയി. സ്ത്രീകൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ അതിന് ഫുള്ള് ഡെഡിക്കേറ്റഡ് ആയിരിക്കും. അതും ലോ എക്സ്പെൻസിൽ അവരവരുടെ ജീവിതത്തിൽ ആദ്യമായി പോയൊരു ടൂറ്. പക്ഷേ ഫാമിലി ആയിട്ടൊക്കെ പോയിട്ടുണ്ടാവും. നമ്മൾ ഫ്രീ ആയിട്ട്, പിള്ളേരുടെ ബാധ്യതയില്ല, കെട്ടിയോൻ്റെ കണ്ണുരുട്ടലില്ല, സ്നേഹമുള്ളവരുണ്ട് നല്ല സ്നേഹത്തിൽ. അതല്ല ഞാൻ പറഞ്ഞ എല്ലാവരും ഒരുപോലെയല്ല. പക്ഷേ നമ്മൾ ഒരു ഫ്രീ ബേർഡായിട്ട് പറക്കാൻ പറ്റിയൊരു ദിവസം, അത് ശരിക്കും എൻജോയ് ചെയ്തു. നമ്മൾ പോകുന്ന സ്ഥലമല്ല, പക്ഷേ ആ സ്ഥലങ്ങൾ കാണുന്നതിനേക്കാളും രസമാണ് ആ ഒരു ദിവസത്തെ ആ ടൂറ്, നമ്മൾ ആ വണ്ടിയിൽ അടിച്ചു പൊളിക്കുന്ന ആ ഒരു പരിപാടി. അപ്പം കുറച്ച് അമ്മമാരും പിള്ളേരും കൂടെ ഇങ്ങനെ ഇറങ്ങി. നിങ്ങളും എന്തായാലും വെറുതെ ലൈഫിൽ ഓരോരോ കാര്യങ്ങൾ, നമ്മളെ സമ്പാദ്യങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷേ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ എല്ലാവരും മുതലെടുക്കണം, പ്രയോജനപ്പെടുത്തണം. ഇല്ലെങ്കിൽ അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. അവസരങ്ങൾ നമ്മളെ തേടി വരുന്ന അവസരങ്ങൾ മിസ് ചെയ്യരുത്. എല്ലാം പിന്നെ നാളേക്ക് വെച്ച് മാറ്റി വെക്കരുത്. ഡാം കണ്ടു, എന്നൂർ കണ്ടു, പാർക്ക് കണ്ടു, വ്യൂ പോയിൻ്റ് കണ്ടു, പുഴ കണ്ടു, തോട് കണ്ടു, മലകൾ കണ്ടു, പുഴകൾ കണ്ടു. അങ്ങനെ ഒരു യാത്ര ശുഭം. താങ്ക് യു ഫോർ